കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ എങ്ങനെ ഒരു ഷെഡ്യൂൾഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഓൺ ഓഫ് സെറ്റ് ചെയ്യാം, പവർ ഓൺ ഓഫ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓഫ് ആവും, പിന്നീട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓൺ ആവുകയും ചെയ്യും. ഓക്കെ, ഓട്ടോമാറ്റിക് പവർ ഓൺ ഓഫ് സെറ്റ് ചെയ്യുന്ന രീതിയാണ്, അത് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. നമ്മുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സിൽ പോകാം. ഫോൺ സെറ്റിംഗ്സിൽ പോയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചില ഫോണുകളിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും ഈ ഒരു സെറ്റിംഗ്സ് കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചില ഫോണുകളിലും നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണും. അപ്പോൾ ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ചും മേക്ക് അനുസരിച്ചൊക്കെ സെറ്റിംഗ്സിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിലൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെർച്ച് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അവിടെ ഷെഡ്യൂൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഷെഡ്യൂൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് പവർ ഷെഡ്യൂൾഡ് പവർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് ആ ഒരു സെറ്റിംഗ്സ്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സെറ്റിംഗ്സിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നത് പവർ ഓൺ ടൈം, പവർ ഓഫ് ടൈം. ഇത് ഓൺ ടൈം സെറ്റ് ചെയ്ത് ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പവർ ഓൺ ടൈം സമയം നിങ്ങൾക്ക് ഇവിടെ നിന്നും സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് സമയത്താണോ ഫോൺ ഓൺ ആകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിപ്പീറ്റ് എവറി ഡേ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് വേണോ അല്ലെങ്കിൽ കസ്റ്റമായിട്ട് ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ആഴ്ചകൾ മതിയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് പവർ ഓൺ ടൈം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫോൺ ഓഫായിരിക്കുന്ന ഒരു ഫോൺ ആണെങ്കിൽ നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു, പിന്നീട് നിങ്ങൾക്ക് ഓൺ ചെയ്യണമെന്ന് എപ്പോഴാണോ ഓൺ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു പവർ ഓൺ ടൈം മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഓൺ ചെയ്തെടുക്കാം. ഓക്കെ, ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോണാണെങ്കിൽ. അല്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫായി ഓൺ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ടൈം എന്നുള്ളത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പവർ ഓഫ് ടൈം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിപ്പീറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഫോൺ ഓഫ് ആയി തന്നെ നിൽക്കണം. ഒരു സമയമാകുമ്പോഴത്തേക്കും ഫോൺ ഓട്ടോമാറ്റിക്കലി ഓഫായി തന്നെ നിൽക്കണം. ഫോൺ ഓൺ ആകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു കിടിലൻ സെറ്റിങ്സാണിത്. ഈ ഒരു സെറ്റിങ്സ് എല്ലാ ഫോണുകളിലും കാണുമെന്ന് ഞാൻ പറയുന്നില്ല. ചില ഫോണുകളിൽ ഇത് കാണത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്കിത് നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ഷെഡ്യൂൾഡ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. നോട്ട് റൂട്ട് ആപ്ലിക്കേഷനാണ്. ടൈംഡ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സിലേക്ക് നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും ബെറ്റർ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.